ഉള്ളവര് കുറവാണ്, ഒരു വസ്ത്രം മാത്രമുള്ളവരാണ് അധിക പേരും. അവരോട് ഒപ്പം ഇരിക്കണമെന്ന് വിചാരിച്ചപ്പോ ആ മക്കയിൽ നിന്ന് വന്ന ഗോത്രത്തലവന്മാര് പറഞ്ഞു, ഇവരെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾക്കൊന്ന് ചർച്ച ചെയ്യണം. ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സ് ആഗ്രഹിച്ചത്, ഈ ഗോത്രത്തലവന്മാര് വിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നാൽ ഇവരുടെ പിന്നാലെ ഒരുപാട് ആളുകൾ വരാനുണ്ടല്ലോ. അവരുടെ ഹിദായത്ത് ആഗ്രഹിച്ചുകൊണ്ട് തങ്ങൾ സ്വഹാബത്തിനെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടി മനസ്സിൽ ഉദ്ദേശിച്ചപ്പോഴേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറഞ്ഞു, നബിയെ പറ്റുകയില്ല. ഇസ്ലാം പഠിക്കാനാണോ വന്നത്? ഈ മഹാന്മാരുടെ കൂടെ ഇരുന്ന് പഠിച്ചോളണം. തങ്ങളും അവരോടൊപ്പമാ തപസ്സിരിക്കേണ്ടത്. വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയാ. ഭൗതിക ലോകത്തിന്റെ അലങ്കാരം ഉദ്ദേശിച്ചുകൊണ്ട് ഈ മഹാന്മാരിൽ നിന്ന് തങ്ങൾ ദൃഷ്ടി തെറ്റിക്കരുത് നബിയെ, നോട്ടം തെറ്റിക്കരുത്. അവരിലേക്ക് നോക്കിയിട്ട് അവരുടെ ഇസ്ലാം ആഗ്രഹിച്ച് ഇവരെ മാറ്റി നിർത്തുന്ന സ്വഭാവം പറ്റുകയില്ല നബിയെ. ഇവരോടൊപ്പം ഇരുന്നിട്ട് ഇസ്ലാം പുൽകണമോ പഠിക്കണമോ എങ്കിൽ ഇരിക്കാൻ പറയൂ, അല്ലെങ്കിൽ അവരോട് പോകാൻ പറയൂ. സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കണമെന്ന് ആയത്തിറങ്ങിയപ്പോ മദീന പള്ളിയിലുള്ള മുതഅല്ലിമീങ്ങളോടുള്ള അത്ര ബന്ധം സ്വന്തം ഭാര്യമാരോട് പോലും മുത്തുനബി തങ്ങൾക്കില്ല. മഹാന്മാരോടുള്ള ബന്ധമാണ് ഏറ്റവും വലിയ ബന്ധം. മദീന പള്ളിയിലുള്ള മുതഅല്ലിമീങ്ങളോടുള്ള ബന്ധം സ്വന്തം പത്നിമാരോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ആ വീട്ടിൽ എന്ത് വന്നാലും അത് പാലാണെങ്കിലും റൊട്ടിയാണെങ്കിലും അതുപോലെ തന്നെ ഈത്തപ്പഴമാണെങ്കിലും ആദ്യം അത് വിതരണം ചെയ്യുന്നത് മദീന പള്ളിയിലെ മുതഅല്ലിമീങ്ങൾക്കാണ്, ആ മുഹാജിരീങ്ങൾക്കാണ്, ഔലിയാക്കൾക്കാണ്. അവർക്ക് കൊടുത്ത ശേഷമേ മറ്റാർക്കും അത് വിതരണം ചെയ്യൂ. കാരണം ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിൽ ഏറ്റവും അധികം ഇടം പിടിച്ച മഹാന്മാർ, ഒപ്പം ഇരുന്നിട്ട് സമയം നീക്കുന്ന മഹാന്മാർ, പകൽ സമയം എത്രയോ നേരം കൂടെ ഇരിക്കുന്ന ഔലിയാക്കള്, ആ തിണ്ണയിൽ ഇരുന്ന് ഇൽമു പഠിക്കുന്ന വലിയ മഹാന്മാരാണ്. അവരോളം ബഹുമാനമുള്ളവര് ലോകത്ത് വേറെ ആരുണ്ട്? കൂടെ ഇരിക്കണം, ശരീരത്തെ പിടിച്ചിരുത്തണം എന്ന ആയത്തിറങ്ങിയപ്പോഴല്ലേ തങ്ങൾ പറഞ്ഞത്, അൽഹംദുലില്ലാഹ്, പടച്ചോനെ നിനക്കാണ് സർവസ്തുതിയും. എന്റെ ഉമ്മത്തിൽ നിന്ന് കൂടെ ഇരിക്കാൻ പറ്റുന്ന ആളുകളെ എനിക്ക് കാണിച്ചു തന്നല്ല അല്ലാഹ്. എന്റെ ഉമ്മത്തിൽ നിന്ന് എന്റെ ശരീരം തപസ്സിരുത്താൻ പറ്റുന്ന ആളുകൾ ആരാണ് സഹോദരങ്ങളെ? ആ ആളുകള് അവര് ഈ പള്ളിയിൽ ഓതിപ്പടിക്കുന്ന മുതഅല്ലിമുകളാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മുത്തുനബി തങ്ങളെ ബന്ധം ഞാൻ പലപ്പോഴും വായിച്ചെടുത്തിട്ടുണ്ട്. മദീന പള്ളിയിൽ വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഞാൻ വളഞ്ഞു പൊളഞ്ഞു കിടക്കുമ്പോ ഒരു ദിവസം എന്റെ കാലിൽ വന്നൊരാള് തട്ടുന്നു. ഞാൻ കൺതുറന്നു നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്നെ വിളിച്ചു വരൂ എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലേക്ക് തങ്ങളോടൊപ്പം പോയി. എന്റെ മനസ്സിൽ വല്ലാത്തൊരു പ്രതീക്ഷ, എന്തെങ്കിലൊക്കെ ആ വീട്ടിലുണ്ടാകും, എന്റെ ദാഹം മാറും, വിശപ്പൊക്കെ മാറും. വീട്ടിലെത്തി നോക്കുമ്പോ ഒരു വലിയ പാത്രം നിറയെ പാൽ കാണുന്നു. ഞാനിങ്ങനെ മോഹിച്ചു, ആ പാല് മൊത്തം എനിക്കും കൊണ്ട് തരികയാണെങ്കിൽ ഒരൊറ്റ വലിക്ക് കുടിക്കായിരുന്നു അല്ലെ? നോമ്പ് തുറക്കുമ്പോ നമുക്കുണ്ടാവില്ലേ മോഹം, ഒന്നായിട്ട് ഒറ്റടിക്ക് കുടിക്കാന്ന്. പക്ഷെ കഴിയൂലാന്നേ ഉള്ളൂ. 3-4 ജ്യൂസൊക്കെ ഉണ്ട്, ഫ്രൂട്ട്സും ഉണ്ട്. ഇരുന്നാൽ ഒറ്റടിക്കൊക്കെ കാലിയാക്കായിരുന്നു. കടിയോ ആകെ ഇത്രയല്ലേ ഉള്ളൂ. നമ്മുടെ ആ ആമാശയം കുറച്ചല്ലേ ഉള്ളൂ, ആഗ്രഹം കുറെ ഉണ്ടാകും, താല്പര്യമൊക്കെ ഉണ്ടാകും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ പാൽപാത്രം ഒറ്റയ്ക്ക് എനിക്ക് തരികയാണെങ്കിൽ വലിച്ച് ഞാനങ്ങ് കുടിക്കുമായിരുന്നു, ഊറ്റി കുടിക്കുമായിരുന്നു.
ഞാൻ അവിടെ എത്തിയപ്പോ എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, അബൂ ഹുറൈറ എന്ന് വിളിച്ചു. ഞാൻ വിളിക്കുത്തരം ചെയ്തു, ലബ്ബൈക യാ റസൂലല്ലാഹി വസഅദൈക. എന്താ നബിയെ, എന്താ വിളിച്ച്? പാലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെയും തങ്ങൾ എന്റെ മുഖത്തേക്ക് നോക്കി. എന്റെ മുഖത്ത് വിശപ്പൊക്കെ മാറുന്ന ഒരു സന്തോഷാവസ്ഥയാണ്. 3 ദിവസമായി എനിക്ക് ഭക്ഷണം കിട്ടിയിട്ട് വല്ലാത്ത വിശപ്പിലാണ് ഞാൻ. സഹോദരങ്ങളെ, നമ്മളത് അനുഭവിക്കാത്തത് കൊണ്ട് നമുക്ക് പിന്നെ പരിചയം ഉണ്ടാകൂല. അവർക്ക് അങ്ങനെ 3 ദിവസം, ആഴ്ചയിലും 2 ആഴ്ചയിലും മാസത്തിലൊക്കെ എത്രയോ 3 ദിവസങ്ങളാണ്. അപ്പൊ ഈ പാല് കിട്ടിയെങ്കിൽ വേറൊന്നും കിട്ടിയിട്ടില്ല, വെള്ളം ഇങ്ങനെ കുടിക്കും, അത്രേ ഉള്ളൂ. പാല് കിട്ടിയ ആശ്വാസമാണല്ലോ. പക്ഷെ എന്നോട് പറഞ്ഞു, ആ പള്ളിയിലുള്ള അസ്ഹാബു സുഫത്തില്ലേ, ആ തിണ്ണയിലിരിക്കുന്ന മുത്തഅല്ലിമീങ്ങളില്ലേ, അവരെ വിളിച്ചു കൊണ്ടുവരൂ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി, ഇനി അവര് വന്ന് അവർക്ക് ഈ പാല് കൊടുത്ത് എപ്പോഴാ പടച്ചോനെ ഈ പാല് കിട്ടുക. പക്ഷേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ശരീരമല്ല തങ്ങൾ പരിഗണിച്ചത്, അവിടുത്തെ ശരീരമല്ല തങ്ങൾ പരിഗണിച്ചത്, കുടുംബത്തിലെ അംഗങ്ങളെയല്ല പരിഗണിച്ചത്, നമ്പർ 1 ആയി പരിഗണിച്ചത് ആ പള്ളിയിലുള്ള മുഹാജിറുകളെയാണ്, മുത്തഅല്ലിമീങ്ങളെയാണ്. നോക്കണം സഹോദരങ്ങളെ, ബന്ധം എന്താണത്? ബന്ധം. ലോകത്ത് അത്ര വലിയ ബന്ധം എന്താ ഉള്ളത്? ലോകത്ത് അത്ര വലിയ ബന്ധം ഏതാ ഉള്ളത്? ചെറിയ ബന്ധമല്ല. ആ പള്ളിന്റെ ഉള്ളിൽ വെച്ച് ഓതിപ്പടിച്ച ഖുറായിൽപ്പെട്ട ആളുകളാണ് ബിർ മഊനയിൽ ചതിയിൽപ്പെട്ടിട്ട് 70-ലധികം വരുന്ന ഹാഫിദുകൾ വഫാത്തായപ്പോ, ചതിയില് ശത്രുക്കൾ അവരെ കുരുക്കിയപ്പോ 1 മാസക്കാലം കണ്ണീരൊലിപ്പിച്ച നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് അത്ര ഒരു സങ്കടമുള്ള സംഗതി വേറെ ഉണ്ടായിട്ടില്ല. നമ്മൾ ആലോചിക്കണം, ആ ഒരു ബന്ധത്തിന്റെ വില ആലോചിക്കണം. അത്ര ഒരു സങ്കടമുള്ള സംഗതി വേറെ ഉണ്ടായിട്ടില്ല. അവിടുത്തെ മുൻപല്ല് പൊട്ടിയിട്ട് സഹോദരങ്ങളെ ഇങ്ങനെ ദ്വാരന്നിട്ടുണ്ടോ? നെറ്റിയിൽ നിന്ന് രക്തം പൊടിഞ്ഞിട്ട് ഇങ്ങനെ ദ്വാരന്നിട്ടുണ്ടോ? ആ ഖുറാ വഫാത്തായത് തങ്ങളെ മനസ്സിന് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ 1 മാസക്കാലം തങ്ങൾ വിഷമിച്ചതുപോലെ അവിടുത്തെ ഹയാത്തിന് വേറെ വിഷമം ഞാൻ കണ്ടിട്ടേ ഇല്ല. 1 മാസക്കാലമല്ലേ നാസിലത്തിന്റെ ഖുനൂത്ത് ഓതിയത്. 1 മാസക്കാലം ഒരൊറ്റ നിസ്കാരവും വിടാതെ ശത്രുക്കൾക്കെതിരെ തങ്ങൾ ദുആ ചെയ്തില്ലേ. എന്തൊരു സങ്കടമാണ് തങ്ങളെ മനസ്സിൽ വന്നത്. കാരണം ആ പള്ളിയുടെ അകത്തിരുന്ന് ഖുർആൻ ഓതി ഹാഫിളായ മഹാന്മാരായ വലിയ വലിയ ഔലിയാക്കളാണ് ആ ശത്രുക്കളെ ചതിയിൽ കുരുങ്ങിപ്പോയത്. തങ്ങൾക്ക് വല്ലാത്ത സങ്കടം വന്നുപോയി. ഈ അസ്ഹാബു സുഫത്തിനെ വിളിച്ചു കൊണ്ടുവന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അവര് തങ്ങളെ വീട്ടിൽ വരി വരിയായി അച്ചടക്കത്തോടെ നിന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഒരു പാത്രം എടുത്തിട്ട് അവർക്ക് ഓരോരുത്തർക്കും പാല് കൊടുക്കൂ. അസ്ഹാബു സുഫത്തിൽ ഓരോരുത്തർക്കും ഞാൻ പാലൊഴിച്ചു കൊടുത്തു. അവരെല്ലാവരും കുടിച്ചിട്ട് അവര് പള്ളിയിലേക്ക് പിരിഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് പാലൊഴിച്ചു തന്ന് ഞാൻ കുടിച്ചു, പിന്നെയും ഒഴിച്ചു തന്ന് ഞാൻ കുടിച്ചു, പിന്നെയും ഒഴിച്ചു തന്ന് ഞാൻ കുടിച്ചു. അങ്ങനെ 4-5 തവണ എന്നെ കൊണ്ട് കുടിപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞു, നബിയേ ഇനി മതി, അത്യാവശ്യമായിട്ടുണ്ട്, എനിക്ക് ശ്വാസം വിടണ്ടേ നബിയെ, ഞാൻ കുറെ കുടിച്ചല്ലോ. പിന്നെയും തങ്ങൾ ഒരു തവണ കൂടി ഒഴിച്ചു തന്നു. കടുത്ത വിശപ്പിലാണ് 3 ദിവസം തള്ളി നീക്കിയത്. അവസാനമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്നൊരു മുറുക്ക് പാല് കുടിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ആ അസ്ഹാബു സുഫത്തിനോട് തങ്ങൾക്കുള്ള കണക്ഷൻ അത് ലോകത്ത് ചെറിയ കണക്ഷൻ അല്ല. മൊത്തത്തിൽ സ്വഹാബിമാർക്കുള്ള വില ലോകത്തൊരൊറ്റ വലിയനും ഇല്ല. അതുകൊണ്ടാ തങ്ങൾ പറഞ്ഞത്, എന്റെ സ്വഹാബിമാരിൽ ആരെ നിങ്ങൾ പിൻപറ്റിയാലും, എത്ര സ്വഹാബിമാരുണ്ട്, 1,00,000-ലധികം വരുന്ന സ്വഹാബിമാര് ഹജ്ജിന് തങ്ങളെ കൂടെ വന്ന കണക്കിൽ തന്നെ ഹദീസിൽ പറയുന്നില്ലേ, എന്റെ സ്വഹാബിമാരിൽ നിങ്ങൾ ആരെ പിൻപറ്റിയാലും ഫഖദ് ഇഹ്തദൈതും, നിങ്ങൾ നേർവഴിയിലെത്തും, നിങ്ങൾ സന്മാർഗത്തിലെത്തും, നിങ്ങളാരും വഴിവേക്കില്ല. അതേ സമയത്ത് സ്വഹാബത്തിനെ തള്ളിയാലോ,
കളിയാക്കിയാലോ, അവരെ പുച്ഛിച്ചാലോ, അവര് വേണ്ടാന്ന് വെച്ചാലോ, പിന്നെ ആ വഴി ശരിയായ വഴിയല്ല. എന്റെ സ്വഹാബിമാരിൽ ഒരാളെയും നിങ്ങൾ കുറ്റം പറയരുത്. കാരണം ആ സ്വഹാബിമാരെ മഹത്വം പോലെയുള്ളവര് ലോകത്ത് ഒരാളും തന്നെ ഇല്ല.